മുല്ലവള്ളിയും തേന്മാവും. അഭിമന്യു അങ്ങനെ തറഞ്ഞു നിൽക്കവേ നിമിഷ കാറ്റുപോലെ വന്ന് അവനെ ഇറുക്കെ പുണർന്നിരുന്നു. അഭി ഒന്നും മിണ്ടിയില്ല, ഒന്നനങ്ങുക കൂടെ ചെയ്തില്ല. തിരികെ കൈ ഉയർത്തി അവളെ പുണരുകയും ചെയ്തില്ല. താൻ അറിയാത്ത എന്തൊക്കെയോ പുകഞ്ഞു കത്തുന്നുണ്ട്. അഭി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെ അവളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ട്. അവൾ എന്താ എന്നോട് ചെയ്തതെന്നറിയാമോ? ഞാനും നീയും തമ്മിലുള്ള വിവാഹം എന്ത് വില കൊടുത്തും അവൾ നടത്തില്ല എന്ന്. അതിന് വേണമെങ്കിൽ നിന്റെ ജീവൻ പോലും അവൾ അപകടപ്പെടുത്തുമെന്നും പറഞ്ഞു. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ അത് പോലെയല്ല നിന്നെ പറഞ്ഞാൽ എനിക്ക് നോവും. ഞാൻ പ്രതികരിക്കും. അതുപോലെ ഞാൻ പ്രതികരിച്ചു. അതാ ഇപ്പോൾ നീ കണ്ടേ. അല്ലാതെ വായിൽ തോന്നിയ നുണകൾ എല്ലാം പുറത്തേക്ക് തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു നിമിഷ. എന്തോ അവൾ അത്രയും പറഞ്ഞു കരഞ്ഞപ്പോൾ ഒരു പക്ഷേ അവൾ പറഞ്ഞതിലും കാര്യമുണ്ടായിരിക്കും എന്ന് തോന്നി അഭിക്ക്. എന്നാലും അഭിയുടെ ഉള്ളിൽ ഒരു കരട് വീണിട്ടുണ്ട്. എളുപ്പം മായ്ച്ചു കളയാനാകാത്ത ഒരു കരട്. നന്ദക്ക് സങ്കടം സഹിക്കാൻ വയ്യ. കയ്യിലിരുന്ന ആ പൊട്ടിയ കണ്ണാടിയിൽ അവൾ മുഖം നോക്കി. ചെറുതായി ചുവന്നിട്ടുണ്ട്. വല്ലാതെ പൊള്ളാത്തത് ഭാഗ്യം, നന്ദ നെടുവീർപ്പോടെ മനസ്സിൽ കരുതി. കൂടുതലൊന്നും ചിന്തിച്ചു നിൽക്കാതെ നന്ദ ആ മുറിയിൽ നിന്നും എഴുന്നേറ്റു. ആ പൊട്ടിയ കപ്പും മറ്റും അതേപോലെ തന്നെ മുകളിൽ കിടപ്പുണ്ടാവും. അത് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇനി അതിനായിരിക്കും അടുത്ത ഉപദ്രവം. ആലോചനയോടെ നന്ദ ഒരു മോപ്പും ബക്കറ്റും എടുത്തു. മുകളിലെ മുറിയിലേക്ക് അത് വൃത്തിയാക്കാൻ കയറും മുമ്പെയാണ് തിരികെ ഇറങ്ങി വരുന്നവരിൽ നന്ദയുടെ കണ്ണുകൾ ഉടക്കിയത്. നിമിഷയും അഭിയും. അവരുടെ കണ്ണിൽ പെടേണ്ട എന്നൊരു ചിന്തയോടെ നന്ദ വേഗത്തിൽ മുത്തശ്ശി കിടന്നിരുന്ന മുറിയിലേക്ക് കയറി നിന്നു. എന്നാലും നന്ദ അങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് അഭി ശ്രദ്ധിച്ചിരുന്നു. നിമിഷ അന്നേരവും അഭിയെ ഓരോ നുണ കഥ പറഞ്ഞ് മനസ്സ് മാറ്റുന്ന തിരക്കിലായിരുന്നു. അഭിയും നിമിഷയും അങ്ങ് പോയതോടെ നന്ദ വെറുതെ ആ ഒഴിഞ്ഞ കട്ടിലിലേക്ക് നോക്കി. കുറച്ചു കാലം മുന്നേ വരെ ഈ മുറിയിലേക്ക് കയറുമ്പോൾ എണ്ണയുടെയും കുഴമ്പിൻ്റെയും മരുന്നിൻ്റെയും എല്ലാം മണമായിരുന്നു. സാവിത്രി മുത്തശ്ശിക്ക് എന്നും പ്രിയം നിമിഷയോട് തന്നെയായിരുന്നു എന്ന് കരുതി തന്നോട് പ്രത്യേകിച്ച് ദേഷ്യവും കാണിച്ചിരുന്നില്ല. സ്നേഹമുണ്ടായിരുന്നോ? അതുമില്ല. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ മരിക്കുന്നതിൻ്റെ 1-2 വർഷങ്ങൾ മുന്നേ തന്നെ അടുത്തിരുത്തി ഇടയ്ക്ക് സംസാരിക്കുമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ 1-2 വട്ടം മുടിയിൽ മെല്ലെ തഴുകിയിട്ടുമുണ്ട്. അമ്മ മരിച്ചതിൽ പിന്നെ അങ്ങനൊരു തലോടൽ നന്ദക്ക് ആരിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശിക്ക് വയ്യാതെ ആയതോടെ നിമിഷയും മുത്തശ്ശിയും തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു വരുന്നത് നന്ദ ശ്രദ്ധിച്ചിരുന്നു. ഈ മുറിയിലോട്ട് പോലും പിന്നീട് നിമിഷ വരാതെയായി. മുത്തശ്ശിക്കും പിന്നീട് എപ്പോഴോ നിമിഷയെ കാണുമ്പോഴൊക്കെ ഒരു നീരസം പ്രകടമായിരുന്നു. നന്ദ ഓരോന്ന് ഓർത്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. എൻ്റെ കർത്താവേ, എന്തോരം ഉശിരുള്ള അച്ചായത്തിമാരെ കണ്ടിരിക്കുന്നു. എന്നിട്ട് ആ തലക്കകത്ത് ആൾതാമസമില്ലാത്ത പെണ്ണിനെ ആണല്ലോ എനിക്ക് വേണ്ടി നീ കൽപ്പിച്ചു തന്നത്. ഡേവിഡ് ദീർഘനിശ്വാസത്തോടെ മുകളിലേക്ക് കൈയും ഉയർത്തിക്കൊണ്ട് പറഞ്ഞുപോയി. മറുതലക്കൽ ഫോണിലൂടെ ശില്പയുടെ ചിരി കേൾക്കാം. ഇന്നലെ ചൂട് ചായ നിമിഷ മുഖത്തേക്ക് ഒഴിച്ചത് സങ്കടം പറഞ്ഞിട്ടുണ്ട് നന്ദ ശില്പയോട്. അത് വള്ളിപുള്ളി വിടാതെ ശില്പ ഡേവിഡിനോടും പറഞ്ഞപ്പോൾ ഉള്ള അവൻ്റെ പ്രതികരണമാണിങ്ങനെ. ഇതൊക്കെ ചെറുതാ ഡേവിഡെ, ഇതിലും വലുത് ആ പൊട്ടി അവിടെ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവളുടെ ആവാസ വ്യവസ്ഥ അവിടെയായിപ്പോയി. അത് വിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് സ്വയം പറിച്ചു നടാനുള്ള ആത്മവിശ്വാസം അതിനില്ലടാ, ശില്പ കൂട്ടിച്ചേർത്തു. ഡേവിഡ് ഒന്ന് കനത്തിൽ മൂളി എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്ത് പറയാനാണ്? നന്ദ ഒരിത്തിരി ധൈര്യം കാണിക്കുന്നവരെ ഡേവിഡിന് ഇങ്ങനെ കൈകെട്ടി നിൽക്കാനേ ഒക്കത്തുള്ളൂ. എന്നാലും ഇത് ഇങ്ങനെ വെറുതെ വിടാൻ ഡേവിഡ് ഒരുക്കമല്ല. ചൂട് ചായ ഒഴിച്ചത് നന്ദയുടെ ദേഹത്താണെങ്കിലും അത് വീണ് പൊള്ളിയത് ഡേവിഡിൻ്റെ നെഞ്ചിലാണല്ലോ. അതിൻ്റെ വകയായി നിമിഷയെ ഒന്ന് കാണണമെന്ന് ഡേവിഡ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. കണ്ടാൽ മാത്രം പോരാ, പറ്റിയാൽ 2 പൊട്ടിച്ചോ എന്ന് ശില്പ അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പ്രോത്സാഹനം തന്ന് നീ എന്നെ ജയിലിൽ കയറ്റുവോ ദ്രോഹി എന്നവൻ ശില്പയോട് ചോദിച്ചു പോയി. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഓഫീസിന് വെളിയിൽ നിൽക്കുന്ന നിമിഷ ഡേവിഡിനെ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ അത് ഡേവിഡാണെന്ന് നിമിഷയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ അടുത്തേക്ക് വന്ന് നിന്ന് തനിക്കെന്നെ മനസ്സിലായോ എന്ന ചോദ്യത്തിൽ നിമിഷയ്ക്ക് മനസ്സിലായിരുന്നു എതിരെ നിൽക്കുന്നവൻ ഡേവിഡാണെന്ന്. അവൻ ഒന്ന് പരിചയപ്പെടുത്തുക കൂടെ ചെയ്യാതെ തന്നെ നിമിഷ അവനെ തന്നെ അടിമുടി ഒന്ന് നോക്കി. എന്തൊരു മാറ്റമാണ് അവന്! പണ്ടേ ഇരുനിറമാണ് ഡേവിഡ്. അഭിമന്യു ആണെങ്കിലോ പാലിൻ്റെ നിറവും. പക്ഷെ ഡേവിഡിന് വല്ലാത്ത ഒരു പ്രൗഢിയാണ്.
ഏത് ആൾക്കൂട്ടത്തിനിടയിലും കൊണ്ടു നിർത്തിയാലും അവനൊരിത്തിരി തലയെടുപ്പ് കൂടും. അന്നു മുതലേ ഒരൊറ്റക്കൊമ്പനാണവൻ. നിമിഷയുടെ കണ്ണുകൾ അവനിലെ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. അവളുടെ ആ നെല്ല് കണ്ട പോലെയുള്ള നോട്ടം കാണുമ്പോൾ തന്നെ ഡേവിഡിന് എവിടെന്നൊക്കെയോ ദേഷ്യം ഇരച്ചു കയറി വരുന്നുണ്ടായിരുന്നു. ഡേവിഡ്! കൗതുകത്തോടെയാണ് നിമിഷയുടെ ആ വിളി. പുഞ്ചിരിയോടെയാണ്. പക്ഷെ നിമിഷയുടെ മുഖത്തുള്ള ചിരി ഡേവിഡിൻ്റെ മുഖത്തില്ല. അതോടെ നിമിഷയുടെ മുഖത്തെ ചിരിയും പതിയെ മാഞ്ഞുപോയി. എന്താ ഡേവിഡ്, എന്തു പറ്റി? എനിക്ക് അവളെ വേണം. ഒരൊറ്റ വാക്കിൽ ഡേവിഡ് ഉത്തരം ഒതുക്കി. നിമിഷയുടെ നെറ്റി ചൊളിഞ്ഞു. പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് നന്ദയെ വേണം. അവളെ ഇങ്ങനെ കൂട്ടിലടച്ച് വെക്കാതെ എനിക്ക് തന്നേക്ക്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അതിനെ, ഡേവിഡ് ശാന്തമായി പറഞ്ഞു. പക്ഷെ അവൻ്റെ കണ്ണിൽ വല്ലാത്തൊരു അഗ്നിയുണ്ട് എന്നത് നിമിഷ തിരിച്ചറിഞ്ഞിരുന്നു. അതിന് ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ലല്ലോ, നിമിഷ പുച്ഛത്തോടെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിനാണ് ഡേവിഡ് അവളെ? ലോകത്ത് വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ? ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് പൊട്ടിമുളച്ചു ഈ സ്നേഹം? നിമിഷ അവനെ പരിഹസിച്ചു. ഇതിപ്പോൾ അടുത്ത് പെയ്ത മഴയിൽ മുളച്ച സ്നേഹമല്ല എന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ നിമിഷേ. പിന്നെ ആ ചോദ്യത്തിൻ്റെ കാര്യമെന്താ? ഡേവിഡിൻ്റെ സ്വരം മുറുകി വരുന്നുണ്ട്. നിമിഷയ്ക്ക് ഡേവിഡിൻ്റെ ആ വാക്കുകളിൽ ആ പഴയ ഡേവിഡിനെ ഓർമ്മ വന്നുപോയി. അളകനന്ദയെ കണ്ണിലും ഹൃദയത്തിലും നിറച്ചു നടന്നിരുന്ന ആ പഴയ ഡേവിഡ്. നിനക്ക് മാത്രം തോന്നിയാൽ മതിയോ ഡേവിഡ്? തിരികെ അവൾക്കും തോന്നണ്ടേ ഈ പറയുന്ന ഇഷ്ടം? അവളുടെ ഉള്ളിൽ അപ്പാടെ അഭിമന്യുവല്ലേ? നിമിഷയുടെ ചുണ്ടുകൾ പരിഹാസത്തിൽ കൂടിപ്പോയി. അഭിമന്യുവിന് തിരികെ ആ ഇഷ്ടമില്ലല്ലോ, പിന്നെന്താ? നിനക്കൊക്കെ പിന്നെ അതിനെന്തിനാ ഇട്ടിങ്ങനെ ഉപദ്രവിക്കാനോ? ഡേവിഡിന് ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യ. അതേ ഡേവിഡ്, ഉപദ്രവിക്കാൻ തന്നെയാ അവളെ എനിക്ക്. ഈ പൂച്ച എലിയെ ഇട്ട് കളിപ്പിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അതേപോലെ ഇട്ട് കളിപ്പിക്കാൻ തോന്നും എനിക്കവളെ. ചെറുപ്പം മുതൽ അതങ്ങനെ ചെയ്ത് എനിക്കിപ്പോൾ അതില്ലാതെ പറ്റില്ലടാ. അതൊരു ലഹരിയാ. അവൾ കരയുന്നത് കാണുമ്പോഴാ എനിക്കൊരിത്തിരിയെങ്കിലും സന്തോഷം തോന്നുക. അവളില്ലാതെ, അവളുടെ ആ കണ്ണുനീർ കാണാതെ എനിക്ക് ജീവിക്കാൻ വലിയ പാടാണ് ഡേവിഡ്, നിമിഷ വികൃതമായ ചിരിയോടെ പറഞ്ഞു. നിമിഷയുടെ ഉള്ളിൽ നിന്നും ഒരു സൈക്കോ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് ഡേവിഡ് അകക്കണ്ണിൽ കണ്ടു. സാഡിസ്റ്റാണവൾ, വെറും സാഡിസ്റ്റ്. ഡേവിഡിനത് ഇന്നാണ് ഇത്രയും വ്യക്തമായി മനസ്സിലായത്. നിനക്ക് എന്തിനാ ഡേവിഡ് അവളെ? ആ നന്ദയെ, ഒന്നിനും കൊള്ളാത്ത അവളേക്കാൾ എത്രയോ ബെറ്ററാണ് ഞാൻ. ആദ്യം നിന്നോട് ഇഷ്ടം പറഞ്ഞതും ഞാനല്ലായിരുന്നോ? ആദ്യം നിന്നെ സ്നേഹിച്ചതും ഞാൻ അല്ലായിരുന്നോ? എന്നിട്ട് ആ ഒന്നിനും കൊള്ളാത്തവൾക്ക് വേണ്ടി നീ എന്നെ വേണ്ടെന്ന് വെച്ചില്ലേ? ദേ ഇപ്പോഴും നിനക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. അഭിമന്യുവിനേക്കാൾ ഒരു പടി മീതെ തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഡേവിഡ്. വശ്യമായ ചിരിയോടെ ഡേവിഡിൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടിയാണ് നിമിഷ അത് പറഞ്ഞത്. അതേ വികൃതമായ ചിരിയോടെ പോവാൻ ഒരുങ്ങിയ നിമിഷയുടെ കൈത്തണ്ടയിൽ ഡേവിഡ് പിടുത്തമിട്ടു. നിമിഷ ഒന്ന് കുതറാൻ നോക്കവേ ഡേവിഡ് അവളുടെ കവിളിലേക്ക് കുത്തിപ്പിടിച്ചിരുന്നു. പൊന്നാര മോളെ, നേരം വഴിക്ക് പറഞ്ഞ നിന്റെ തലയിൽ കയറില്ല അല്ലേ? ഡേവിഡ് അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് ചീറി. ദേ ഇനിയും നിന്റെ വൈകൃത അവളോട് കാണിച്ചാൽ പൊച്ചക്ക് കത്തിക്കും ഞാൻ, ഡേവിഡ് മുരണ്ടു. ഡേവിഡ്, എന്താ ഇത്? കൈയെടുക്ക്. നിമിഷ ചുറ്റും ആളുകൾ ഉണ്ടെന്ന് കാണെ അവൻ്റെ കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പകുതി ജീവൻ ഊറ്റിയെടുക്കുന്ന പോലെ ഒരു പിടി പിടിച്ചിട്ടാണ് ഡേവിഡ് ആ കൈ അയച്ചത്. ഒരിക്കൽ കൂടെ താക്കീതോടെ നോക്കി വെട്ടിത്തിരിഞ്ഞു പോകുന്നവനെ കാണെ നിമിഷയുടെ ഉള്ളിൽ പകയിരിഞ്ഞു. ഒരിക്കലും നന്ദയെ നിനക്ക് കിട്ടില്ല. അവളെ പച്ചക്ക് കത്തിച്ചാലും ശരി, നിനക്കവളെ ഞാൻ തരില്ല. അതിന് വേറെയും കാരണങ്ങളുണ്ട്. നിമിഷ ഡേവിഡ് പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് മനസ്സിൽ കണക്ക് കൂട്ടി. തുടരും. സൂര്യകാന്തി. ഈ കഥ പൂർണ്ണമാക്കാതെ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത് വലിയൊരു മണ്ടത്തരമായി പോയി എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ ഡേവിഡിനെ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു. എനിക്കാണെങ്കിൽ അത് പൂർണ്ണമായും എഴുതാതെ പോസ്റ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. എങ്കിലും പറ്റുന്ന പോലെ ഞാൻ പാർട്ടുകൾ തരാം. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.